ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശരി നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള യൂട്യൂബറാണ് ജോക്കുട്ടൻ. അപ്പൊ നമ്മൾ ജോക്കുട്ടനെ ഏറിക്കയറ്റാകുമ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഓളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ വരുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നേരെ വീഡിയോ ഇട്ടു. ഹായ് ഗൈസ്, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഫോർ 1K സബ്സ്ക്രൈബേഴ്സ്. ഹായ് ഗൈസ്, അപ്പൊ 500 സബ്സ്ക്രൈബേഴ്സ് ആക്കിയതിന് താങ്ക് യു. വിശേഷം വല്ല ആയോ? വിശേഷമായി. ചെക്കപ്പിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. എന്താ മതിയാ? ഇനി കൊച്ചേതാ പെണ്ണാണോ ആണോന്ന് അറിയണോ? അത് ഞാൻ പ്രസവം കഴിഞ്ഞ് അറിയിക്കാം. എന്തൊക്കെ അറിയണ്ടോ നാട്ടുകാർക്ക്? നിങ്ങൾ വിചാരിച്ചത് പെണ്ണാണോ? ഞാനും വിചാരിച്ചു. അല്ല ഞങ്ങൾ വിചാരിച്ച ആണോ തന്നെയാണ്. ജോക്കുട്ടൻ മണ്ടനായോണ്ട് പെണ്ണാണെന്ന് വിചാരിച്ച് കണ്ടിരിക്കും നമ്മള്, പക്ഷെ ആണെന്നാണ് വിചാരിച്ചത്. നിങ്ങളെങ്ങനെയാണ് വിചാരിച്ചത് ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്തൊക്കെ അറിയണ്ടോ നാട്ടുകാർക്ക്? നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി. ഞങ്ങൾ ഇല്ലാണ്ടായില്ല, ജോക്കുട്ടൻ ഇല്ലാണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ അറിയണ്ടോ നാട്ടുകാർക്ക്? അപ്പൊ ഇത് നേരത്തെ കണ്ട ടിക്ടോക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ മാറിയിരിക്കും. അതെന്ത് വർത്താനാണ് മാറിയിരിക്കാൻ? പിന്നെ വീഡിയോ ആകുമ്പോൾ മാറിയിരിക്കാൻ പറ്റൂ? നമ്മ ഒരു സ്ഥലത്ത് ഒരു മൂലക്കൽ വീഡിയോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കും, മാറിയിരിക്കാനൊന്നും പറ്റൂല. ബ്യൂട്ടി ഫാന്റാസ്റ്റിക് കമന്റ്. അതായത് ഈ സംഭവം എന്താന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഈ ചേട്ടനെ കാണാൻ കറുത്തിട്ടാണ്. അപ്പോൾ ഒരു പുള്ളിയുടെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തേക്കുവാണ്, ടോർച്ച് അടിക്ക് മുഖത്തേക്ക്, ഒന്നും കാണാൻ വയ്യ. അതായത് പുള്ളി കറുത്തിട്ടാണ് ഇരിക്കുന്നത്, പുള്ളിനെ കളിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ അതിന് മറുപടി കൊടുക്കുന്ന വീഡിയോ ആണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, റിപ്ലൈ വീഡിയോ ആണെന്നത്. അത് കമന്റ് സൈഡിൽ കൊടുത്താക്കണാണ് മനസ്സിലാവും ഒരു റിപ്ലൈ വീഡിയോ ആണെന്നത്. പറഞ്ഞേണ്ട ആവശ്യമൊന്നും ഇല്ല. വാട്ട് എ ബ്യൂട്ടി ഫാന്റാസ്റ്റിക് കമന്റ്. ടോർച്ച് അടിക്കാൻ മുഖത്തേക്ക് കാണാൻ വയ്യ. അത് ശരിയാ, ടോർച്ച് അടിച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ ഒരു വെട്ടത്ത് വന്നിരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വെട്ടമില്ലെങ്കിൽ എന്നെ കാണാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾ കറുത്തവരെയൊക്കെ വെട്ടമില്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഗൈസ്, റിയാക്ഷൻ എന്ന് പറയുന്നത് സൈഡിൽ ഇരുന്ന് വെറുതെ ചിരിച്ചു കൊടുത്തായി. അപ്പൊ എന്റെ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ വെറുതെ സൈഡിൽ നിന്ന് ചിരിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ജോക്കുണ്ണി ഈ ടൈമിൽ എന്തോ 1K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ 500 ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. ഞാൻ ഇങ്ങനെ പ്രതികരിക്കുമ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, സാധാരണ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ചേട്ടൻ തന്തയ്ക്കും വിളിക്കാറാണല്ലോ പതിവ്, ഇതിന് എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിക്കും. എന്തുവാടാ സൈഡിൽ ഇരുന്ന് ചിരിക്കണ റിയാക്ഷൻ നോക്ക്. ആ 32 പല്ലും കാണിച്ചാണ് ചിരിക്കണത്. എന്ത് ചെയ്യാനാണ്? ഇതൊക്കെയാണ് റിയാക്ഷൻ. അപ്പോ ഞാൻ ഇനി തൊട്ട് അങ്ങനെ ചെയ്യാ ഗൈസ്. അതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, തന്തയ്ക്കൊക്കെ വിളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഉള്ളവർക്ക് വിളിച്ചിട്ടല്ല കാര്യമുള്ളൂ, ഇല്ലാത്ത ഇത്. അതെന്താണ് സാധനം? പുള്ളി വേറെ മൂഡിലാണെന്ന് തോന്നുന്നു. ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചാ? എന്താണ്? ആരാണ് അങ്ങനത്തെ ഒരു ഹോയ് വിട്ടത്? അതിന്റെ ഇടയിൽ എന്തിനാണ് അങ്ങനെ ഒരു ഹോയുടെ കാര്യം? പുള്ളി റിയാക്ഷൻ ഒന്നല്ല, വേറെന്തെങ്കിലും ഒക്കെ പറയാൻ പറ്റുള്ളൂ. റിയാക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇതാണ് ഡാൻസ്, ഇതൊന്നല്ല ഡാൻസ്. ഞാൻ കാണിച്ചാൽ എങ്ങനെ ഡാൻസ്? Play the music. Toba, Hussein tera toba, Hussein tera toba. അപ്പൊ ഈ ചിത്രം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ജോക്കുട്ടന്റെ ഫാൻസി എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് വിളയാടാനാണ് ഭാവയക്കത്തിനെ ഞാൻ അർത്ഥളയും ഗൈസ്. ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ മാത്രമായിട്ട് കാണുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.